ഗൈസ്, നമ്മളങ്ങനെ വണ്ടി കഴുകാൻ പോവാണ്. വണ്ടി ഇത് അവിടെ ഇട്ടേക്കണം കേട്ടോ. വീടിൻ്റെ അടുത്തിടാൻ സ്ഥലമില്ല. ഏതെങ്കിലും ഒരു പുഴയുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി കഴുകാനാണ് പ്ലാന്. ഇതാണ് നമ്മുടെ വണ്ടി. ആകെ ഇക്കോളത്തിലിരിക്കുക. നല്ല മഴയായിരുന്നു. മഞ്ഞ് വന്നിട്ട് നോക്കി ഒന്നും കാണില്ല. 2-3 ദിവസമായി നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട്. ഇന്നിപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പാട്ട, പിന്നെ ഒരു ഇച്ചിരി നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില്ല കൂളൻ്റ് ചെറുതായിട്ട് എടുത്താൽ കൂളൻ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടോയെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്, പിന്നെ പോക്കറ്റിൽ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ഒരു കാർ വാഷ്, ലാക്രോളിൻ്റെ 5 രൂപയുടെ കാർ വാഷ് ഉണ്ടല്ലോ, അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടി. അപ്പോൾ കൂളൻറ്റിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു വണ്ടി കഴുകാനായിട്ട്. നല്ല കിടിലൻ പുഴയുടെ അടുത്ത് തന്നെയായിട്ട്, ആർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ വണ്ടി ഇതേ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തൊരു പാർക്കൊക്കെയാണ് കേട്ടോ. ചൊവ്വര അടുത്തായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വണ്ടി കഴുകാൻ തീരുമാനിച്ചു. പുഴയ്ക്കൊന്നും ആക്കൂല വെള്ളം, അധികം ചളിയൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു സമാധാനത്തിന് കുറേ ദിവസമായി വണ്ടി കഴുകിയിട്ടേ. അപ്പോൾ ഇന്നൊന്ന് കഴുകാനുള്ള പരിപാടിയിലാണ്. വണ്ടിക്ക് കഴുകി കഴിഞ്ഞു. ഇവിടെ വേറെയും വണ്ടികളൊക്കെ കഴുകണ സ്ഥലം തോന്നുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കവറുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയേക്കണം കേട്ടോ. എടുത്ത് മാറ്റാനൊരു ഭാഗമില്ല. ഞാൻ എന്തായാലും കുറച്ച് സോപ്പും പൊടിയൊക്കെ ബാക്കി വന്നപ്പോഴേ ഒരു തിണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിച്ച് ഇവിടെ വൃത്തിയോടാക്കി പോയതെന്ന് പറയരുതല്ലോ. പിന്നെ അതല്ല, നമുക്കൊരു സ്ഥലം കിട്ടിയതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. ഇനി നമുക്ക് ഇത് ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഷാമ്പൂൻ്റെ കവർ കേട്ടോ, നമുക്ക് തന്നെ കൊണ്ടുപോകണ്ടേ. ബാക്കിയുള്ളതൊന്നും എടുക്കാനുള്ളൊരു ഇതില്ല, കാരണം ഫുള്ള് സിഗരറ്റിൻ്റെയും മറ്റേൻ്റെയും ലേസിൻ്റെയും മിഠായി കവറൊക്കെ കൊടുത്തിട്ടേക്കാം.